ഇപ്പം എൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് ഉണ്ട്, ഗ്രീൻ കോക്കനട്ട് വാട്ടർ പൗഡർ, ഇളനീരിൻ്റെ വെള്ളത്തിന് പൊടി. നിങ്ങൾ ഇളനീര് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളനീര് 45-50 രൂപയാണ്. ഞാൻ ഈ ഇളനീരിൻ്റെ വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുക വിചാരിക്കുക, ഞാനതിനെ പൗഡർ ചെയ്യുന്നു. പൗഡർ ചെയ്തിട്ട് നിങ്ങളൊരു പോക്കറ്റിലിട്ടിട്ടാണ് ഒരു പാക്കറ്റ് കൊണ്ടുവന്നത്. നിങ്ങൾക്കൊരു 200 ml 300 ml വെള്ളം ഉണ്ടെങ്കിൽ അതിൽ പൊട്ടിച്ചിടുക, ഷെയ്ക്ക് ചെയ്യുക, കുടിക്കുക. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ 40 രൂപയുടെ സാധനം 1-1.5 കിലോ ഉണ്ടാവും. ഈ 1.5 കിലോ 40 രൂപയും കൊടുത്ത് ഈ 1.5 കിലോയും കൊടുത്ത് ഒരു 5 ഇളനീര് വാങ്ങിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ കൺവീനിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഞാൻ പറയാം, സേഫ് ടു ഹാവ് ആണോ ഈട്ടാണോ കൺവീനിയൻസ് ആണോ, ഗോ ഫോർ ദാറ്റ്. അല്ലാണ്ട് നമ്മൾ ഈ ട്രഡീഷണൽ വാല്യൂസും വെച്ചിട്ട് നമ്മളെ ഇതാക്കാ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ആ ഫീലല്ലേ മാറുന്നത്. ഇത് എന്തോ ഒരു ലൈക്ക് പ്ലാസ്റ്റിക് എന്തോ ഒരു സംഭവം വന്നു എന്നുള്ളൊരു ഫീൽ കിട്ടൂല്ലേ? അതായത് നമ്മളൊരു പൊടി ഒക്കെ വെച്ചിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് വളരെ പണ്ട് നമ്മൾ പെൻസിലായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എഴുതുമ്പോൾ, ചെറിയ കുട്ടികളാകുമ്പോൾ. ഇന്ന് അതേ സ്ഥാനത്ത് കുട്ടികൾ പെന്നാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ വ്യത്യാസമാണ് ടൈമാണ്. നമ്മൾ ജീവിച്ച സിറ്റുവേഷനും ടൈമും വ്യത്യാസമാണ് നമ്മൾ കുട്ടികൾ ജീവിക്കുന്നത്. ടൈം പീരീഡ് അനുസരിച്ച് നമ്മളിത് മാറ്റങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. പല കാര്യങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ മാത്രം ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്.